എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിലാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചേട്ടനെ പലപ്പോഴും എൻ്റെ പേജിലെ മീഡിയ പേജിലെ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ടാവും. ടെൻസൺ എന്ന് പറയുന്ന ചേട്ടനാണത്. ഇദ്ദേഹം കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാങ്ക് അത് വളരെ താത്വികപരമായി പഠിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് AR JR പരാതി കൊടുത്തു. JR പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നു. അപ്പോൾ ഈ സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ബാങ്കിൻ്റെ അറിയാൻ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ഈ ബാങ്കിൻ്റെ മുകളിൽ പോയി ഈ പറയുന്ന ബാങ്കിൻ്റെ അവിടെ ഒരു മാനേജിംഗ് ഡയറക്ടർ എന്താ പറയുക ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. അവരായിട്ട് ചെന്ന് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തുടക്കം മുതലേ അവർ കാണിക്കുന്നത് ഒരു പ്രത്യേക ഗർവോടും അഹങ്കാരത്തോടും കൂടി രീതി. പ്രസിഡൻറ്റിനെ വിളിക്കാമെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റിനെ വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ട്. എന്നെ പുറത്തിരുത്തി കുറച്ച് നേരം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രസിഡൻറ്റ് വരാനാണ്. ഇപ്പോൾ വേറൊരു മെമ്പർ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് വിളിച്ചിരുത്തി. ഈ മെമ്പറോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് വിഷയം, ബാങ്കിൻ്റെ ഈ വിഷയത്തിലുള്ള മറുപടി എന്താണ്, അതാണ് അറിയാനുള്ളത്. അത് ARനും JRനും മറുപടി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എന്താണ് ആൾക്ക് ഇത് ഇങ്ങനൊരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്ക് ഈ മെമ്പർഷിപ്പ് കൊടുക്കാത്തത്, ബാങ്കിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ടാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ബാങ്കിലെ അധികാരികൾ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇതാണ് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത, ജനങ്ങൾ നിക്ഷേപിച്ച പണം അതുമായി ബന്ധപ്പെട്ട് വിനിമയം നടത്തുന്ന കുറ്റിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു രീതി ഇടപെടൽ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഈ പറയുന്ന ബാങ്കിൻ്റെ പ്രതിനിധികൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിക്ക് മുൻപും ഇവിടെ ഒരു ചേച്ചിയുടെ ഷാരി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ ലോൺ ഈ ബന്ധപ്പെട്ടൊരു കാര്യത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പിതാവിൻ്റെ പേരിൽ ഒരു കടമുണ്ടെന്നും പറഞ്ഞിട്ട് അവർക്ക് ആ കുറി തുക കൊടുക്കാത്ത രീതിയിലുള്ള സംഭവം ഉണ്ട്. അതിപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഈ സർവീസ് സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇതിൻ്റെ പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കരുവന്നൂർ തൊട്ട് ഇവിടുന്ന് പ്രശ്നങ്ങളാണ്. ഈ സർവീസ് സഹകരണ ബാങ്കിലിരിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇത് അവരാണ് ഉണ്ടാക്കിയതെന്നാണ്. അവരല്ല ഉണ്ടാക്കിയത്. ഇത് അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്കൊക്കെ സ്ഥാനത്ത് നിന്ന് മാറാം, എത്ര വലിയ ആളുകളായാലും. ജനങ്ങളെ മനസ്സിലാക്കി അവരോട് ഇടപെടുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്നറിയോ, ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഭയക്കണത്? ഇതൊരു ഭയപ്പാടാണല്ലോ. പുള്ളിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള വെട്ടി മേൽക്കമ്മിറ്റികളിൽ നിന്ന് കൊടുക്കാനായിട്ട് ഉത്തരവ് വന്നിരിക്കുന്നു. അത് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്നിട്ടും ആൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുടന്ത ന്യായം പറയണമെങ്കിൽ ഈ ടെൻഷൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭയക്കുന്നുണ്ടാവും. ഈ ബാങ്കിലേക്ക് എനിക്കൊരു അംഗത്വത്തിന് വേണ്ടി കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ ഈ കോണിപ്പടി കയറി ഇറങ്ങാണ്. വിവിധ ആവശ്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തന്നെ തള്ളാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ എൻ്റെ അപേക്ഷാ ഫോം സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. ഓരോ ഫോമിൻ്റെ അടിയിൽ അതാത് പ്രദേശത്തെ ഭരണസമിതി അംഗം ഒപ്പിട്ട് തരണം. അതുപോലും എനിക്ക് നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അപേക്ഷാ ഫോമിൽ ഒപ്പിട്ട് തരില്ല എന്ന് തീർത്തും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MDക്ക് ഞാൻ രജിസ്റ്റേർഡായിട്ട് അപേക്ഷാ ഫോം കൊടുത്തു. പക്ഷേ എന്നിട്ട് പോലും അത് കൈപ്പറ്റിയ എന്നിട്ട് പോലും ഭരണസമിതി യോഗം എനിക്ക് അംഗത്വം തരാനായിട്ട് തയ്യാറായില്ല. പിന്നീട് ARനും JRനും ഒക്കെ ഞാൻ പരാതി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അംഗത്വം കൊടുക്കാവുന്നതാണ് എന്ന് നിർദ്ദേശം കൊടുത്തുവെങ്കിൽ പോലും കുറ്റിക്കാട് ഭരണസമിതി അംഗങ്ങളും മാനേജിംഗ് ഡയറക്ടർ MDയും അത് നിഷേധിക്കുകയും ഈ 8 മാസക്കാലമായിട്ട് പോലും എനിക്ക് അംഗത്വം തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. 2500-ലധികം മെമ്പർഷിപ്പ് ഈ 4.5 വർഷത്തിനുള്ളിൽ ഈ ബാങ്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. 2500 പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തപ്പോഴും VM ടെൻസൺ എന്ന് പറഞ്ഞ ഒരാൾ പാർട്ടി പ്രവർത്തനമായതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ മെമ്പർഷിപ്പ് തരാനായിട്ട് ഒരുക്കം ഉണ്ടായില്ല. ഇപ്പോൾ മേലധികാരികളിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഇവരിവിടെ മെമ്പർഷിപ്പ് തരാനില്ല. എന്തിനാണ് എന്നെ ഭയക്കണതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊന്നും പോലും പോകുന്നില്ല. കാരണം ഇപ്പോൾ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. നവംബർ ഇലക്ഷനാണ്, പൊതുയോഗം വരാൻ പോകുന്നു. പക്ഷേ എൻ്റെ മാത്രം മഴയത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഭരണസമിതി തുടർന്നുകൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും JR ഉത്തരവിട്ട സ്ഥിതിക്ക് എനിക്ക് മെമ്പർഷിപ്പ് അനുവദിക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവിടും. പക്ഷേ ഹൈക്കോടതിയിൽ പോകണം, കേസ് കൊടുക്കണം, വാദിക്കണം, പൈസ ചെലവഴിക്കണം. ബാങ്കിന് കൗണ്ടർ ചെയ്യാനായിട്ട് ബാങ്കിന് പൊതുജനങ്ങളുടെ കാശ് ഇഷ്ടം പോലെ ഉണ്ട്. അവരതിൽ നിന്നെടുത്ത് വക്കീലിന് ഫീസ് കൊടുക്കും. ഇത് ഞാൻ വ്യക്തിപരമായിട്ട് കയ്യിൽ നിന്ന് കാശെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കോടതിയിലേക്ക് പോകാനായിട്ട് ആ രീതിയിൽ ചെലവഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിക്കാത്തത്.
ഇത് വളരെ കഷ്ടമാണ്. കാരണം നമുക്ക് ഈ ഉള്ള ഭൂമി വെച്ചിട്ട് ഈ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്ത് എന്തെങ്കിലും പരിപാടികൾ തുടങ്ങാനോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ തന്നെ സഹായകരമാകേണ്ടത് ഈ ബാങ്കാണ്. ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ലോൺ കിട്ടുള്ളൂ. അതുപോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായതിൻ്റെ പേരിൽ നിഷേധിക്കുന്നത് ഞാനിത് പൊതുജനങ്ങൾക്ക് വിടാണ്. തെരഞ്ഞെടുപ്പിലെ തോൽവിയോ പരാജയമോ എന്നുള്ള വിഷയം, ഒരു കാര്യത്തിന് ഒരു ന്യായം വേണ്ടേ? ഏത് സർവീസ് സഹകരണ ബാങ്കിലായാലും അവിടെ ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ് അവിടെ മെമ്പർഷിപ്പ് ആർക്ക് കൊടുക്കണം എന്തൊക്കെ തീരുമാനിക്കുന്നത്. ഈ രീതി ഒരു ജനകീയ ഭരണ സംവിധാനത്തിന് ചേർന്നതല്ല. ഞാൻ പറയുന്നത് ഇവിടെ ഗർവമുള്ളവരും അഹങ്കാരം കൊണ്ടുനടക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവർ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. നട്ടലുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ ഭരണസമിതി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതന്നെയല്ലേ, അവസരങ്ങൾ ഇനിയും വരുമല്ലോ.